നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് തികച്ചും സൗജന്യമായി. അവൾക്കെടുത്ത ചോറിൽ നീ എന്താ ഇന്നലെ ചേർത്തത്? ഇവിടെ ചോദിച്ചത് കേട്ടില്ലേ? ഫംഗ്ഷന്റെ ദിവസം അവളുടെ മുഖം പൊള്ളിക്കാൻ നീ നോക്കി. ഇപ്പൊ ഭക്ഷണത്തിൽ എന്തോ ചേർത്ത് അവളെ അപകടപ്പെടുത്താൻ നോക്കി. അവളെ കൊല്ലാൻ തീരുമാനിച്ചിട്ടുണ്ടോ നീ? ഇത് രഘുവേട്ടന്റെ തീരുമാനമോ? തൽക്കാലം അതിനെ എതിർക്കാൻ ഞാൻ ഉദ്ദേശിക്കുന്നില്ല. ഞാനെന്നാ അടുക്കളയിലേക്ക് ചെല്ലട്ടമ്മേ. സുജാതയും രഘു അവളെ നോക്കുന്ന രീതി ഒരച്ഛന്റെ മനസ്സ് നിറയ്ക്കുന്നതാ. മനസ്സുകൊണ്ട് കൈകൂപ്പുക എന്നല്ലാതെ ഞാൻ നിങ്ങളോടൊക്കെ എന്താ പറയാ? നമ്മുടെ മോളല്ലേ സദാനന്ദേട്ടാ, അവളുടെ മനസ്സ് എപ്പോഴും സന്തോഷമായിട്ടിരിക്കണ്ടേ? എനിക്കതാ പ്രധാനം. സദാനന്ദേട്ടൻ പോയി റെഡിയാവും. എന്താ മോളെ കാണിക്കുന്നത്? ഒന്നുമില്ലമ്മേ, വായിക്കെന്തോ ഒരു ടേസ്റ്റ് വ്യത്യാസം പോലെ. എന്താ മോളെ നിനക്ക്? അച്ഛനോട് സംസാരിച്ച് നിൽക്കുമ്പോഴും ഞാൻ നിന്നെ ശ്രദ്ധിച്ചു. എന്തോ അസ്വസ്ഥതയുണ്ട് നിനക്ക്. അമ്മേ, അത് നമുക്കിടയിൽ രഹസ്യങ്ങൾ വേണ്ടാന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട്. പറയുന്നുണ്ടോ നീ? ഞാൻ മറച്ചു വെക്കുന്നില്ലമ്മേ. ഇന്നലെ അച്ഛന്റെ ചികിത്സ കഴിഞ്ഞ് അയാൾ മടങ്ങിയപ്പോ നിത്യ, താനീ നേരം വരെ ഭക്ഷണം കഴിച്ചില്ലല്ലോ. എന്തെങ്കിലും ഒരു കാര്യം വന്നാലേ അത് ചെയ്തു തീർക്കാന്നല്ലാതെ കൃത്യസമയത്ത് ഭക്ഷണം കഴിക്കുന്ന ശീലം ഇയാൾക്കില്ലെന്നേ. അച്ഛന്റെ മുന്നിൽ നല്ലവനാവാൻ ജീവൻ ഒരു ശ്രമം നടത്തുന്നുണ്ടല്ലോ. അച്ഛനെ കൂടുതൽ വിശ്വസിപ്പിക്കാൻ വേണ്ടിയാ എനിക്ക് വാരിത്തരം വന്നതെന്നാ ഞാൻ വിചാരിച്ചത്. പക്ഷെ എന്തു വെച്ചടോ? എരിവ് കൂടുതലുണ്ടോ? ആ ചോറ് മുഴുവൻ മുളക് പൊടിയായിരുന്നു. എന്റെ ചങ്കൊക്കെ കത്തിപ്പോയമ്മേ. ഒരു തുള്ളി വെള്ളം ചോദിച്ചപ്പോ ഭക്ഷണത്തിനിടയ്ക്ക് വെള്ളം കുടിക്കാൻ പാടില്ലെന്ന് അമ്മ പറഞ്ഞിട്ടുണ്ടെന്നുള്ളൊരു കാരണം പറഞ്ഞു. എല്ലാം മനസ്സിലാക്കിയിട്ട് പിന്നെ എന്തിനാ നീ അത് കഴിച്ചത്? എതിർത്ത ബഹളം വെക്കില്ലേ, തല്ലില്ലേ? ചിലപ്പോ
അച്ഛന്റെ മുന്നിൽ അങ്ങനെ എന്തെങ്കിലും സംഭവിച്ച പിന്നെ ഞാൻ എന്ത് ചെയ്യും? അച്ഛനെ കൂട്ടിക്കൊണ്ടുവരുന്നു, ഡോക്ടറെ കാണിക്കാൻ കൊണ്ടുപോകുന്നു, അച്ഛന്റെ ചികിത്സയെക്കുറിച്ച് വിവരങ്ങൾ തിരക്കുന്നു, അച്ഛന്റെ മുമ്പിൽ വെച്ച് അച്ഛന്റെ മോളെ ഊട്ടുന്നു. എന്റെ പാവ അച്ഛന് ഇതിൽ കൂടുതലൊന്നും വേണ്ട അമ്മേ. അച്ഛന്റെ മുഖത്തും ചിരിയിലും സംസാരത്തിലും ഒക്കെ സന്തോഷമുണ്ട്. എനിക്കത് കെടുത്തിക്കളയാൻ പറ്റുമോ? എരിഞ്ഞു ദഹിച്ചാലല്ല, ചത്തപ്പോലും എനിക്കതിന് പറ്റില്ലല്ലോ. ഇനി മുതൽ എന്ത് കാര്യം ഉണ്ടായാലും മോൾ ഇതുപോലെ അമ്മയോട് തുറന്നു പറയണം. അതുപോലെ അവൻ അടുത്ത് വരുമ്പോഴും എന്തെങ്കിലുമൊക്കെ കൊണ്ട് തരുമ്പോഴും സൂക്ഷിക്കണം. അമ്മേ, അമ്മ ഇപ്പോ ഇത് പോയി ചോദിക്കാൻ പോവാണോ? ഇനി കൂട്ടിവെക്കലില്ല. ചോദിക്കാനുള്ളതെല്ലാം അപ്പപ്പ ചോദിക്കണം. അപ്പപ്പ തന്നെ പ്രതികരിക്കുകയും വേണം. അമ്മേ, അച്ഛൻ അച്ഛനറിയില്ല, പക്ഷെ അവൻ എന്തായാലും അറിയണം എല്ലാം. രാവിലെ നിത്യമോള് ഭക്ഷണം സ്വയം കഴിക്കണോ അതോ നീ വാരി കൊടുക്കൂ? അവളുടെ അച്ഛന്റെ മുമ്പിൽ വെച്ചായതുകൊണ്ട് ഇന്നലെ അവൾക്ക് ഒന്നും ചെയ്യാൻ പറ്റിയില്ല. ഇപ്പൊ പോലും എന്റെ കുട്ടിക്ക് അതിന്റെ അസ്വസ്ഥത മാറിയിട്ടില്ല. ഞാൻ ഭക്ഷണം വാരി കൊടുത്ത് സത്യോ, അല്ലാതെ വേറൊന്നും. നീ ബുദ്ധിമാനാണെന്ന് കരുതിക്കോളും, അതില് കുഴപ്പമില്ല. പക്ഷെ ബാക്കി എല്ലാവരും മണ്ടന്മാരാണെന്ന് കരുതരുത്. അവൾക്കെടുത്ത ചോറിൽ നീ എന്താ ഇന്നലെ ചേർത്തത്? ഇവിടെ ചോദിച്ചത് കേട്ടില്ലേ? ഫംഗ്ഷന്റെ ദിവസം അവളുടെ മുഖം പൊള്ളിക്കാൻ നീ നോക്കി. ഇപ്പൊ ഭക്ഷണത്തിൽ എന്തോ ചേർത്ത് അവളെ അപകടപ്പെടുത്താൻ നോക്കി. അവളെ കൊല്ലാൻ തീരുമാനിച്ചിട്ടുണ്ടോ നീ? അമ്മ ചുമ്മാ അവള് പറയുന്നത് കേട്ടോ ഓരോന്നും. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.